ഹിജാബ് വിഷയം രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് അല്ലെ. എങ്ങനെയാണ് ഇത് രമ്യമായി പരിഹരിക്കപ്പെട്ടത്? നമ്മൾ എന്തായാലും തുടക്കം മുതൽ ഈ വിഷയം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ സത്യത്തിൽ ആ കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്നുള്ളത് നമ്മൾ അറിയണ്ടേ. കേസിന്റെ തുടക്കം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിന്റെ പെർമിറ്റ് പുതുക്കി കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അയച്ച ഒരു നോട്ടീസാണ്. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് അവകാശമില്ലെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ പെർമിറ്റ് പുതുക്കാനായിട്ട് ഒരിടങ്കോല് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും വരാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് സ്കൂളാണ് കോടതിയെ ഫസ്റ്റ് സമീപിക്കുന്നത്. അതിനിടയിലേക്കാണ് ഹിജാബ് വിവാദം വന്നത്. കാരണം പ്രശ്നം തുടങ്ങുന്നത് അവിടെ നിന്നാണല്ലോ. കുട്ടിയെ ഹിജാബ് ഇടാൻ അനുവദിച്ചില്ല. അത് മാത്രമല്ല, നമ്മുടെ ശിവൻകുട്ടി സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുട്ടിയെ പുറത്താക്കിയിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിക്ക് വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി അങ്ങനെയൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ പുള്ളിയെ ധരിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഈ സ്കൂൾ ഇനി പ്രവർത്തിക്കേണ്ട, അതിനുള്ള പെർമിറ്റ് ഞാൻ അങ്ങ് തടയും എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. എന്നാൽ കോടതി ആ കാര്യത്തിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സെൻട്രലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു CBSE സ്കൂളിന്റെ പെർമിറ്റ് തടയാനായിട്ടുള്ള യാതൊരു അവകാശവും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനോ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇല്ല. അപ്പോ അവകാശം ഇല്ലാത്ത ഒരു കാര്യത്തിൽ കോടതി പ്രത്യേകിച്ച് വിധി ഇനി പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് കോടതി പറഞ്ഞത് അങ്ങനെ അങ്ങ് തീർന്നു, അത് കൈയൊഴിഞ്ഞേക്കാം. ഇനി രണ്ടാമത്തെ വിഷയം ഹിജാബിന്റേതാണ്. ഹിജാബ് വിഷയത്തിൽ എന്താണ് തീരുമാനം? സ്കൂളിന്റെ നിലപാട് തുടക്കം മുതൽ നമ്മളോടും സർക്കാരിനോടും അതുപോലെ കോടതിയോടും അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളോടും ഒക്കെ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത്. അതായത് യൂണിഫോമിൽ നിന്നും ഒരു വിട്ടുവീഴ്ച ഇല്ല. നമുക്കറിയാം സ്റ്റേറ്റ് സിലബസിലെ സ്കൂളുകളിലൊക്കെ കുറച്ചും കൂടി യൂണിഫോമിൽ നിന്നും വിട്ടുവീഴ്ചകളൊക്കെ നടക്കും. എന്നാൽ CBSE ICSE ഇങ്ങനെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന സ്കൂളുകളിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. ചോദിക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്, പക്ഷേ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ തന്നെ ഒരു ദിവസം വന്ന് റിബണിന്റെ കളർ ഒന്ന് മാറിപ്പോയാലോ അല്ലെന്നുണ്ടെങ്കിൽ ഷൂവിന്റെ കളർ ഒന്ന് മാറിപ്പോയാലോ ഇനി ഷൂ ഇടാതെ ഒരു ദിവസം ഒന്ന് ചെരുപ്പിട്ട് വന്നു പോയാലോ ഒക്കെ ഫൈൻ കൊടുക്കണം. ഇനി അത് തുടർച്ചയായിട്ട് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് പീരീഡ് ഒക്കെ പുറത്ത് വെയിലത്തൊക്കെ നിൽക്കേണ്ടി വന്നേക്കാം. അതൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. അത് ഇന്ന് ബ്ലാക്ക് ആണ് ഡ്രസ്സ് എന്നുണ്ടെങ്കിൽ യൂണിഫോമിന്റെ ഒപ്പം ബ്ലാക്ക് ഷോളും ബ്ലാക്ക് ഷൂസും ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സിസ്റ്റർമാരോട് പറഞ്ഞാൽ മതി. ഇപ്പൊ എന്റെ പപ്പയൊക്കെ മരിച്ച സമയത്ത് എനിക്ക് ഷൂസ് ഒക്കെ ഇടാനൊക്കെ എന്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഷൂസ് പൊട്ടിപ്പോയിട്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പൊ 2 ദിവസം ഞാൻ തുടർച്ചയായിട്ട് ഇടാതെ വന്നപ്പോൾ ഫൈൻ അടിച്ചിട്ട് എന്റെ അടുത്ത് സിസ്റ്റർ ചോദിച്ചു. കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വാങ്ങിച്ചു. അതുപോലെയൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും. പക്ഷേ കുട്ടികൾ ഒരുപോലെ ഇരിക്കണം എന്നുള്ള കാര്യത്തില് അവർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. ഇപ്പൊ ആ സ്കൂളിലൊക്കെ എനിക്ക് എന്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ തട്ടമൊക്കെ ഇട്ടിട്ട് വരുമായിരുന്നു. ഹിജാബ് ഇടുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം അത്രയൊന്നും പോപ്പുലർ അല്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ മറച്ചിട്ടൊക്കെ ഇപ്പോഴാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഷുക്കൂർ വക്കീലിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തൊക്കെ മദ്രസകളിലേക്ക് പോകുന്നത് തന്നെ വലിയ ആനന്ദമുള്ള കാര്യം. കാരണം പലതരത്തിലുള്ള പിള്ളേർ പലതരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് പെൺപിള്ളേരാണെന്നുണ്ടെങ്കിൽ ചെറിയ മറ്റേ ഷർട്ടും പാവാടയും അതുപോലെ പല കളറിലുള്ള തട്ടമൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിട്ട് ഓരോ കവറൊക്കെ പിടിച്ച് പിള്ളേർ പോകുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഏരിയയിൽ തന്നെ മദ്രസയിൽ പോകുന്ന കുട്ടികളെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിങ്ങലാണ് തോന്നുന്നത്. കാരണം ഫുള്ള് പർദ്ദയൊക്കെ ഇട്ട് ഇങ്ങനെ കുട്ടികളുടെ നിറമെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഏത് മതമാണ് വളർത്താൻ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതൊരു ശരിയായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ കോൺവെന്റ് സ്കൂള് അന്ന് പറഞ്ഞ അതേ നിലപാടാണ് ഇപ്പോഴും പറഞ്ഞു. കുട്ടീനെ വേണമെങ്കിലും മാറ്റിക്കോളുക, ഹിജാബ് ഞങ്ങൾ അനുവദിക്കില്ല. അതിനിപ്പോ നാളെ ഒരു ഹിന്ദു കുട്ടി പറയാണ് ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലിട്ടിരിക്കണം, അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെരുപ്പിടാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടുത്തെ ഷൂസ് ഇടാൻ പറ്റില്ല, അത് മാത്രമല്ല ഞാൻ കറുത്ത മുണ്ട് കുടിച്ചിട്ടാണ് വരിക, അതുപോലെ മാല ഇടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇവർ ഇത് തന്നെ പറയും. പക്ഷേ ഹിന്ദു വിഭാഗം ഒരിക്കലും അതും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലൊന്നും പോകുന്നില്ല. കാരണം അവർക്ക് ഈ പറയുന്ന ഭരണഘടനയിൽ നിങ്ങൾ കാണാത്ത ആ പേജ് മാനേജ്മെന്റ് കാര്യങ്ങൾ വരുമ്പോൾ മാനേജ്മെന്റിനാണ് അധികാരം എന്നത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അപ്പൊ ഇതറിയാത്ത ആൾക്കാർ പോയി. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ കാര്യം അത്ര പന്തികേടല്ല. കാരണം ഹിജാബ് വിഷയത്തിൽ ഇന്നേ വരെ എന്തെല്ലാം കേസുകൾ കോടതിയിൽ വന്നിട്ടുണ്ടോ അതെല്ലാം തീർപ്പായിരിക്കുന്നത് ഹിജാബിന് അനുകൂലമായിട്ടല്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പലതവണ പറഞ്ഞതാണ്. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് ഹിജാബ് എന്നുള്ളത് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, മുസ്ലിം സമൂഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് പോലീസ് സേനയിൽ അതുപോലെ തന്നെ ഗവൺമെന്റ് തസ്തികകളിൽ നേവിയിൽ എയർഫോഴ്സിലൊന്നും ഈ പറയുന്ന ശിരോവസ്ത്രം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. തട്ടവിട്ട പോലീസുകാരിനെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാൻ സാധ്യതയില്ല അല്ലെ. അങ്ങനെ കാണാനായിട്ട് സാധ്യതയില്ല. കാരണം പോലീസിൽ അത് അനുവദനീയമല്ല. ഈ ഒരു സാധനം കിടക്കുന്നതുകൊണ്ടാണ് കോടതി വിധി വന്നാൽ ഈ പറയുന്ന പോലെ അവർക്ക് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്നൊരു വിധി വന്നാൽ ഒരു പക്ഷേ അത് മാറിയേക്കും. എന്നാൽ അങ്ങനെ ഒരു വിധി നേടിയെടുത്തത് കൊണ്ട് തന്നെയാണ് സിഖുകാർ ഇതൊക്കെ യൂസ് ചെയ്തത്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാൻ ഇവരില്ലാത്ത ആൾക്കാർ ചുമ്മാ തമ്മിൽ തെളിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവർ വെക്കണ്ടല്ലോ, പിന്നെ നമുക്ക് വെച്ചാൽ എന്താ, നിങ്ങൾ അത് നേടിയെടുക്കുന്നേ, എന്തുകൊണ്ടത് നേടിയെടുക്കാൻ പറ്റുന്നില്ല, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചിന്തിക്കണമല്ലോ. അപ്പൊ ഇതുമായി മുന്നോട്ട് പോയാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി കുട്ടിയെ സ്കൂൾ മാറ്റാം എന്നൊരു തീരുമാനം കുട്ടിയുടെ പാരന്റ് അറിയിച്ചത് കൊണ്ട് ഈ കേസ് ഇവിടെ തീർന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ സ്കൂൾ പ്രവർത്തിക്കണ്ടെന്നൊന്നും തീരുമാനിക്കാനായിട്ടുള്ള ഇത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ല എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതിപ്പോ രമ്യമായിട്ട് പരിഹരിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഇതിനല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഓക്കെ ഇതൊന്നും പ്രശ്നമൊന്നുമില്ലാതെ ഇതിവിടെ പരിഹരിച്ച് പോകുന്നുണ്ടല്ലോ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. എന്നാൽ ഇതിനകത്ത് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം ഭയങ്കര നിഷ്കളങ്കമായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണോ? ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയ്ക്ക് യാതൊരു രീതിയിലുള്ള വർഗീയ പരിപാടികളും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന VD സതീശനെ നമുക്കറിയാം. എന്നാൽ അത് ശരിയാണോ? ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം?
ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്താണ് കുഴപ്പമുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം ഒരു മതരാഷ്ട്രവാദമാണല്ലോ അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് തന്നെ. അവര് ആ വാദമൊന്നും അവരില്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്, ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് അബുൽ അഅ്ല മൗദൂദി സിദ്ധാന്തിക്കുന്നുണ്ട്. എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം? ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്താണ് കുഴപ്പമുള്ളത്? അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണെന്ന്. വളരെ തീവ്രമായിട്ടാണ് പറയുന്നത് മതമാണ് 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 എല്ലാം. ഇതിനെ VD സതീശൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അടുത്തൊരു വീഡിയോ കണ്ടുപോയിക്കോളൂ. വേറൊരു ഉസ്താദിന്റെ വീഡിയോ കൂടി എന്റെ കൂടെ ഉണ്ടോ. ഒരു പൂളക്കമ്പനെ നിർത്തിയിട്ട് ലീഗ് പറയാൻ ഇതാണ് നിങ്ങളെ സ്ഥാനാർത്ഥി എന്ന് മര്യാദക്ക് വോട്ട് ചെയ്തോളമെന്നാണ് ലീഗിന്റെ നിലപാട്. പാണക്കാട്ട് തങ്ങൾ പറഞ്ഞാൽ അതാണ് നിലപാട്. ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ നമ്മൾ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്. അവിശ്വാസമുണ്ടെങ്കിലേ ലീഗുള്ളൂ. 5 വക്ത നിസ്കാരം ഉണ്ടെങ്കിലേ ലീഗുള്ളൂ. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിലേ ലീഗുള്ളൂ. ചിലർ പറയും ലീഗ് വർഗീയ പാർട്ടി എന്ന്. എന്താണെന്നറിയോ? ലീഗ് മുസ്ലിം സമുദായത്തെ പ്രൊമോട്ട് ചെയ്യുന്ന. അങ്ങനെയാണ്, അത് പറയാൻ നമ്മളാരെയും ഭയക്കേണ്ടതില്ല. കണ്ടില്ലേ, സീറ്റ് നിലനിർത്താൻ വേണ്ടി ഈ പ്രീണനം വകവെച്ചു കൊടുക്കുന്നത് ഇവരാണ്. ഇപ്പൊ ഈ വിഷയത്തിൽ സ്കൂളിൽ പോയി വിഷയം ഉണ്ടാക്കിയത് SDPI ആണ്. SDPIക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ? തീർച്ചയായും ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകമായിട്ട് എവിടെയൊക്കെ ഇതിന്റെ പേരിൽ വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അവിടെയൊക്കെ എടുത്തു നോക്കിയാൽ പൊതുവായി മനസ്സിലാവുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പൊ 1-2 പേരൊക്കെ ഉണ്ടോ എന്നുള്ളെങ്കിൽ എടുക്കുന്നത് ഇരവാദമായിരിക്കും. വളരെ സാധുക്കളായിട്ട് വളരെ സങ്കടത്തിൽ വലിയ ഇരവാദം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ജീവിതം. എന്നാൽ ആളെണ്ണം കൂടുമ്പോഴത്തേക്ക് ഇരവാദം മാറി അത് വീരവാദമാകും. നല്ല രീതിക്ക് ഞങ്ങളോട് സഹകരിച്ച് നിന്നോളൂ, അല്ലെന്നുണ്ടെങ്കിൽ ആളെണ്ണം കൂടുതലുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെയൊക്കെ പാഠം പഠിപ്പിക്കും എന്ന രീതി. അപ്പൊ CPM-ന്റെയും ഇപ്പോഴത്തെ UDF-ന്റെയും ഒക്കെ ഗതികേടാണ് വോട്ടിന് വേണ്ടി ഇതൊക്കെയും താങ്ങി കൊടുക്കുക എന്നുള്ളത്. സത്യത്തിൽ അങ്ങനെ വിട്ടുകൊടുത്തില്ല. ഇപ്പൊ ഹിജാബിന്റെ ഒരു വിഷയത്തിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു, എന്തെല്ലാം വർത്താനങ്ങൾ വന്നു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളൊക്കെയും കണ്ടു കാണും. ലൈംഗികപരമായിട്ടൊക്കെ വരെ വൃത്തികേടുകൾ കന്യാസ്ത്രീയുടെ പേരിലൊക്കെ എഴുതി വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുക, ഇതൊക്കെയും ചെയ്യുന്നത് മതത്തിന്റെ പേരിൽ. ഇതൊന്നും ചെയ്യുന്നവർക്ക് വർഗീയത ഇല്ല എന്നുള്ളത് നിങ്ങളും അതും കൂടി നിങ്ങളത് മനസ്സിലാക്കണം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയും ഞങ്ങൾക്ക് വർഗീയതയില്ല, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നവർക്കാണ് വർഗീയത. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് സത്യത്തിൽ നമുക്ക് മതമൊന്നുമില്ല, മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വലുതായിട്ട് അങ്ങനെ പൊക്കി പിടിക്കുന്നില്ല, നമുക്ക് മനുഷ്യരാണ് വലുതെന്നൊക്കെ പറഞ്ഞിരുന്ന കുറെ മുസ്ലിങ്ങളുടെയൊക്കെ തനിനിറം കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് പേര് എന്നോട് പേഴ്സണലി പറഞ്ഞു. കാരണം അവർക്കൊക്കെയും ഭയങ്കര വണ്ടറായിപ്പോയി. കാരണം ഇത്ര തീവ്രമായി ഇവർ ചിന്തിക്കുന്നുണ്ടോ സത്യത്തിൽ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നോ അടി കൂടെ എന്ന് പറയുന്നത്. തീർച്ചയായും KM ഷാജിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെയോ തിരിച്ചു പിടിക്കാനായിട്ട് ഭരണകേന്ദ്രങ്ങളിൽ കയറി പറ്റാൻ വേണ്ടി മതപരമായിട്ട് തീവ്രമായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അറിഞ്ഞിരിക്കുക, അവർക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വിജയിപ്പിക്കാതിരിക്കുക. മനസ്സിലായില്ലേ? ഈ പറയുന്നത് പോലെ ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഭൂരിപക്ഷമല്ലായിരിക്കാം, ഹിന്ദുക്കൾ ഇപ്പോൾ ഭൂരിപക്ഷമല്ലായിരിക്കാം, പക്ഷേ രണ്ടുപേരും കൂടി ചേർന്ന് നിന്നാൽ അത് മഹാഭൂരിപക്ഷമായിരിക്കുമല്ലോ. അപ്പൊ പ്രത്യേക പ്രീണനം നടത്തുന്ന വ്യക്തികൾ അത് തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ മാത്രം പ്രീണിപ്പിച്ചത് കൊണ്ട് നാശമല്ലാതെ നാടിന് നല്ലതൊന്നും ഉണ്ടാകില്ല. മതേതരത്വം എന്നാൽ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്നതാണ്, അല്ലാതെ ഒരു മതത്തിനെ ചേർത്ത് പിടിച്ച് മറ്റു മതങ്ങളെ വർഗീയവാദികൾ എന്ന് മുദ്ര കുത്തുന്നതല്ല എന്നതാണ് നമ്മൾ ഈ കാര്യത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ ഇവിടെ യൂണിഫോം ഉള്ളൊരു സ്ഥലത്ത് ഹിജാബ് ഇട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ സാധിക്കില്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. തുടർന്ന് കാണുക പോളി ന്യൂസ്.